ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു ഡോൾ കേക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡോൾ കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഡോൾ കേക്കിൻ്റെ മോൾഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പോഞ്ചാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഒരു ബേസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ പിന്നെ നമ്മുടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലും അതുപോലെ തന്നെ ഒരു പേപ്പർ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു പേപ്പർ ഗ്ലാസ്സിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ മുകളിൽ വെച്ചിട്ടുള്ളത് പേപ്പർ ഗ്ലാസ്സിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള സ്പോഞ്ചാണ്. ഈ ഒരു സ്പോഞ്ചിനെ 2 ലെയറായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഗ്ലാസ്സിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള സ്പോഞ്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ സ്റ്റീൽ പ്ലേറ്റിൽ, അതായത് ആ കുഴിയുള്ള സ്റ്റീൽ പ്ലേറ്റിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് സെക്കൻഡായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്കിന് ഞാനിവിടെ 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴത്തെ ലെയർ ഞാൻ 7 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. ആ ഒരു കേക്കിന് ഞാനിവിടെ 2 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു കേക്കിനെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുകൾ വശം ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ കേക്ക് ബേസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലെയറായിട്ടുള്ള കേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. 7 ഇഞ്ചിലുള്ള ഫസ്റ്റ് ലെയറാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഷുഗർ സിറപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലെയറിലായിട്ട് നല്ല തിക്കായിട്ട് തന്നെ ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ലെയറിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സും അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെറി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഈ ഒരു ലെയറിന് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലിങ്സ് ആയിട്ട് ചോക്കോ ചിപ്സും ചെറി കൂടി ഇട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റീൽ ബൗളിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്ക് സ്പോഞ്ചിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് ചോക്കോ ചിപ്സും അതുപോലെ തന്നെ ചെറി കൂടി ഇട്ട് കൊടുത്തിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനത് 5ാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് കൊടുത്ത് ഫില്ലിങ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ക്ലാസ്സിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കിൽ നിന്ന് ഒരു ലെയർ മാത്രമേ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഈ ഒരു കേക്കിനെ നമുക്കൊരു ഡോൾ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സൈഡുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു കേക്കിനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഈ ഒരു കേക്കിന് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം.
നമുക്ക് കേക്ക് ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു കേക്കിനെ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ തന്നെ ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഈ ഒരു കേക്കിനെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഫിനിഷിങ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീമിലേക്ക് പിങ്ക് ഫുഡ് കളർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ സ്റ്റാർ നോസിൽ ഇട്ടിട്ടുള്ള പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ റോസറ്റ ഫ്ലവേഴ്സാണ് ഞാനൊരു ഡോൾ കേക്കിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ റോസറ്റ ഫ്ലവേഴ്സ് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ടും പിങ്ക് കളറിലുള്ള റോസറ്റ ഫ്ലവേഴ്സാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വരച്ചെടുക്കാം. അങ്ങനെ ഞാനിതാ ഇവിടെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാപ്പ് വന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ചെറിയ സ്റ്റാറുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും കാണാൻ. ഇതുപോലെ ഗ്യാപ്പ് വന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഡിസൈനും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു സ്റ്റാറാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു ലൈന് പോലെ വരുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റാറുകളാണ് കേട്ടോ ഈ ഒരു റൗണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പിങ്ക് കളറിലുള്ള ക്രീം വെച്ചിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലൊരു ലൈൻ വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ആ 3 ലൈനും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളിൽ ഞാൻ ഗ്രീൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ റോസറ്റ ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു ഡോള് മുഴുവനായിട്ടും റോസറ്റ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് ഡോളിനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഡ്രസ്സ് വരുന്ന രീതിയിൽ മുൻവശത്തും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമുക്ക് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോസിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. പൈപ്പിംഗ് ബാഗിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ചെറിയ ചെറിയ ഡോട്ടുകളാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് ഏകദേശം നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ കുട്ടികൾക്കുള്ള ബർത്ത്ഡേ കേക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിന് പ്രത്യേകിച്ചുള്ള മോൾഡുകളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളിത് റോസറ്റ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇടയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിലൊക്കെ ഒന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ചെറിയ ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കതൊന്നും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ കേക്കിനെ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇതിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ കേക്ക് സ്പോഞ്ചിൻ്റെ വീഡിയോ മുമ്പൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ.